ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിച്ച അസ്ഥിയുടെ ഭാഗം ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. മനുഷ്യന്റെ അസ്ഥികൂടങ്ങളാണോ എന്ന സംശയത്തെ തുടർന്നാണ് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അസ്ഥി അയക്കുന്നത്. മണ്ണിടിച്ചിലിനിടെ കാണാതായവർക്ക് വേണ്ടി നടത്തുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന അത് ഇന്നും തുടരും. ഈശ്വർ മാൽപെ മടങ്ങിയതിനു പിന്നാലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് ദൗത്യ മേഖലയിൽ എത്തും. കൂടുതൽ വിവരങ്ങൾ നൽകാനായി സാരംഗും ബിജു പങ്കജും ഷിരൂരിൽ നിന്നും ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നും തെരച്ചിൽ തുടരുകയാണ്. അസ്ഥിയുടെ ഭാഗങ്ങൾ ലഭിച്ചു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്നറിയാം. എങ്കിലും ഇന്ന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇന്ന് എങ്ങനെയാണ് തെരച്ചിലിൻ്റെ ഒരു രീതി മുന്നോട്ട് പോവുക? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് നേവി മാർക്ക് ചെയ്ത പോയിന്റുകളും അതുപോലെ തന്നെ CP4 എന്ന പോയിന്റ്, അത് മേജർ ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹത്തിൻ്റെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയ ആ ഒരു പ്രദേശമായിരുന്നു. അവിടെ അതിൽ നിന്ന് തൊട്ടരികിലുള്ള ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ആ ഒരു അസ്ഥിയുടെ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും അതിൽ ഇനി ഒരു ശാസ്ത്രീയ പരിശോധനയുടെ അത്യാവശ്യകതയുണ്ട്. ഇനി ആ അസ്ഥി നിലവിൽ ഇപ്പോൾ അങ്കോള പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ബംഗളൂരുവിലേക്ക് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും. എന്തായാലും ആ ഒരു അസ്ഥിയുടെ പരിശോധനാ ഫലം എന്നത് ഈ തിരച്ചിലിനെ സംബന്ധിച്ച്, ഈ 60 ദിവസം നീണ്ടുനിന്ന ഈ തിരച്ചിലിനെ സംബന്ധിച്ച് അതീവ നിർണായകമാണ് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. മാത്രമല്ല, ഇന്നത്തെ തിരച്ചിലിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇതുവരെ എല്ലാ ഘട്ടത്തിലും സജീവമായി നിന്ന ഈശ്വർ മാൽപെ കാര്യമായ രീതിയിൽ തിരച്ചിലിനിറങ്ങാത്ത, അല്ലെങ്കിൽ ഈശ്വർ മാൽപെ തീരെ തിരച്ചിലിനിറങ്ങാത്ത ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഒരുപക്ഷെ നേവി അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ വീണ്ടും ഷിരൂരിലേക്ക് മടങ്ങിയെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഷിരൂരിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തും. അതിനുശേഷം ഒരുപക്ഷെ അത്യാവശ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച്, മാഗ്നറ്റിക് റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഇടങ്ങളിലാണ് ലോഹ സാന്നിധ്യമുള്ളത്, ഏതൊക്കെ ഇടങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ മാപ്പ് ചെയ്യുക, കണ്ടുപിടിക്കുക മാത്രമായിരുന്നു റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ചെയ്തിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണോ ചെയ്യുക? അതിനെ അടിസ്ഥാനപ്പെടുത്തി തെരച്ചിൽ നടത്തണം എന്ന മാർഗനിർദ്ദേശത്തിനായിട്ടാണോ അദ്ദേഹം എത്തുന്നത്? ഒരുപക്ഷെ മോത്തി, അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയായിരിക്കും പൊതുവെ പരിശോധിക്കപ്പെടുക. കാരണം അന്നത്തെ ഒരു അവസ്ഥയല്ല, ജലനിരപ്പ് ആകെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. പുഴ അതിൻ്റെ ഒരു സാധാരണ ഒഴുക്ക് വീണ്ടെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യഘട്ടത്തിൽ നിർണായകമായ ആ ഒരു സമയത്ത് മേജർ ജനറലായ ഇന്ദ്രബാലൻ ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സമയത്ത് നദിയിലെ ഒഴുക്ക് വളരെ ശക്തമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ പുഴയിലാണോ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന മണൽക്കൂനയിലാണോ പരിശോധന നടത്തേണ്ടത് എന്നൊരു സംശയം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല. കാരണം നമ്മൾ കൃത്യമായി പുഴയിലാണ് ഇത്തരത്തിൽ ലോറി അല്ലെങ്കിൽ ലോറിയുടെയൊക്കെ തന്നെ മറ്റ് അർജുൻ്റെ വാഹനത്തിൻ്റെതാവട്ടെ മറ്റ് വാഹനങ്ങളുടേതാവട്ടെ അത്തരത്തിലുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ തടി കഷ്ണങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു പുഴയെ കേന്ദ്രീകരിച്ച് കൊണ്ടായിരിക്കും ഇനി ഒരു പക്ഷേ ഇത്തരത്തിൽ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ച് നടത്തുക. ഇനി അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധന വേണമോ എന്നുള്ളൊരു പരിശോധന കൂടി ഈ ചർച്ചയുടെ ഭാഗമായി നടക്കാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതായുണ്ട്. മോത്തി, ബന്ധുക്കൾ ഇപ്പോഴും സ്ഥലത്ത് തന്നെ ഉണ്ടോ സാരംഗ്? മോത്തി, ഇന്നലെ അർജുൻ്റെ സഹോദരിയായ അഞ്ജു നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു അസ്ഥി കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതോടുകൂടി തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിനും അതുപോലെ തന്നെ അഞ്ജുവും ഇവിടെ തന്നെ തുടരുകയാണ്. ഇനി ഇത്തരത്തിൽ ബംഗളൂരുവിൽ നിന്ന് ഒരു ടെസ്റ്റ് റിസൾട്ട് വരുന്നത് വരെ അവർ ഇവിടെ തന്നെ തുടരും. അർജുൻ്റെ സഹോദരനായ അഭിജിത്തും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഷിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.